ഇക്കാലത്ത് ആന ഇറങ്ങുന്ന ഇത്തിരി കുറവാന്ന് തോന്നുന്നല്ലേ? ഇനിയിപ്പോൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഈ ആന സ്ഥിരമായിട്ട് ഇറങ്ങുന്ന ഒരു മേഖലയല്ലേ ഇത്? പ്രധാനമായും ചക്ക, മാങ്ങ, പിന്നെ നെല്ല് വിളവെടുക്കുന്ന സമയം. ഇവിടെ ശരിക്കും ഈ ആന കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കാൻ വനംവകുപ്പ് രാത്രി എന്തൊക്കെ സംവിധാനം ഉണ്ടാക്കുന്നത്? രാത്രി മുഴുവൻ നമ്മളിത് കാവൽ മാടങ്ങൾ കെട്ടി അവിടെ ആളുകൾ കാവലിരിക്കും. ഇൻ കേസ് ആന എങ്ങാനും ഫെൻസിങ് പൊട്ടിച്ച് പുറത്തിറങ്ങിയാൽ അതിനെ തിരികെ കാട്ടിൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ടീം നൈറ്റ് പെട്രോളിങ്. നിങ്ങളിങ്ങനെ പോകുമ്പോൾ എന്തൊക്കെ മൃഗങ്ങളെ കാണലുണ്ട്? ടൈഗർ, ലെപ്പേഡ്, പിന്നെ ആന, പിന്നെ മാന്, 4 തരം മാനുകൾ ഇവിടെ ഉണ്ട്, 4 തരം കുരങ്ങുകൾ ഇവിടെ ഉണ്ട്, പിന്നെ കരടി. ഇതൊക്കെ ആനയുടെ ചവിട്ടാണിത്. ഇതൊക്കെ അങ്ങനെ പോയതാ. ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി കുഴി എടുത്താന്നാ. കുഴിച്ചിട്ടുണ്ടാക്കാൻ വേണ്ടി ആളുകൾ കുഴിച്ചതല്ല. ചളിയുള്ള സമയത്ത് ആന ഇതുവഴി വന്ന് ചവിട്ടുമ്പോൾ അത് താണുപോയി. വെള്ളമൊലിച്ചിപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാ. അവിടെയൊക്കെ ചവിട്ടുണ്ട് അങ്ങോട്ട്. ഇതൊരു ആനത്താരയതില്ലേ? ആനത്താരയാണ്. ആനത്താര, ആനേൻ്റെ വഴി. ഇത് കാടല്ല കേട്ടോ. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം കാടല്ല. ഇത് ആളുകൾ കൈവശം വെച്ച് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഇതാ ഇപ്പുറത്തൊക്കെ കവുങ്ങൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ വല്ല ആനയോ എന്തെങ്കിലും സൗണ്ട് വെക്കും. ഇതിനുള്ളിൽ കല്ലുണ്ടോ? കല്ലിടും. അപ്പോൾ ആന എന്തെങ്കിലും വരികയാണെങ്കിൽ സൗണ്ട് വെക്കും ഇവിടെ കിടക്കുമ്പോൾ. സുൽത്താൻ ബത്തേരി നൂൽപ്പുഴ പഞ്ചായത്തിലെ കരടിമാട് എന്ന സ്ഥലമാണിത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ വലതുഭാഗത്ത് അപ്പുറത്ത് കാടാണ്. ഇവിടെ കൃഷിയൊക്കെ നടക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തായിട്ട് ഒരു കാവൽ മാടം വെച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ മാത്രം 3 കാവൽ മാടങ്ങളുണ്ട്. ഇതിലാണ് ആന പറമ്പിലേക്ക് ഇതിൽ കയറും. അത് ആ ലൈറ്റ് കാണുന്നില്ലേ, ഇതിലാണ് ആന അങ്ങോട്ട് കയറി പോകണം പറമ്പിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പടക്കെറിഞ്ഞിട്ട് ആനയെ തിരിച്ചുവിടും. ഒന്നില്ലെങ്കിൽ പറമ്പ് കയറും. അപ്പോൾ നമ്മുടെ മേലുദ്യോഗസ്ഥന്മാരെ വിളിക്കും. മാനല്ലേ? മാനാണ്. മാനിനെ കാണോ നമ്മളെ വീഡിയോയില്? 12 ഫെൻസിങ് ഉണ്ട്. 2 ബാറ്റ് പെട്ടി വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതിലെങ്ങനെ പോരും. എന്നിട്ട് ഇവിടെ കയറിയിട്ട് ഇവിടെ നിന്ന് കയറിയാൽ ഒരു 100-300 മീറ്റർ വരെ അങ്ങോട്ട് തോട്ടത്തു കൂടെ തന്നെ പോകും. ഇതിലാണ് ആന ഇറങ്ങി വരുന്ന ചാല്, അതിൻ്റെ വഴി. അവിടെ ഒന്ന്, പിന്നെ ഇതിവിടെ ഒന്നുണ്ട്. നമ്മളിപ്പോൾ ജീവിതം പണം വെച്ചിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. കാട്ടുകൂടൊക്കെ നടന്നു വരുന്നത് കാവൽ നിൽക്കുന്ന അങ്ങനെ തന്നെ. അപ്പോൾ ഏറ്റവും പേടിയുള്ള മൃഗം ഏതാ? ഇപ്പോൾ പേടിയുള്ളത് ടൈഗറാണ്. ദൈവം തുണക്കുണ്ടാവും, അപ്പോൾ എത്തും. ഏത് ദൈവത്തിനെ പ്രാർത്ഥിക്കല്? ഞാൻ എൻ്റെ അച്ഛനെ മാത്രം പ്രാർത്ഥിക്കല. അച്ഛനാണ് ദൈവം? അച്ഛനാണ് എന്നെ വളർത്തിയ അച്ഛനാണ്. അതാണ് ആനേനെ ഓടിക്കുന്ന വെച്ചാൽ തിരിച്ചു ഓടിക്കുന്ന രീതി അവിടെയുള്ള വീടുകൾക്കൊന്നും പരിക്ക് പറ്റാത്ത രീതിയിലാണ് ഓടിക്കേണ്ടത്. നമ്മൾ അവിടെ നിന്ന് എങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്ത് കാട്ടിലെത്തിയ ശേഷം മാത്രമേ ഇനി ഷൂട്ട് ചെയ്യൂ. ഇപ്പോൾ ഇവർ പറഞ്ഞില്ലേ ചക്ക മാങ്ങ സീസൺ ആകുമ്പോൾ ഇത് നമ്മൾ എത്രയൊക്കെ ഫെൻസിങ് വെച്ചാൽ ഇത് പൊട്ടിച്ച് വരും. കാരണം അതിനെ സംബന്ധിച്ച് ഭക്ഷണമാണ് വലുത്. ഈ കാഴ്ചയൊക്കെ കണ്ടില്ലേ? നമ്മളെ നാട്ടിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇങ്ങനെ കുറേ ആളുകൾ കാടിൻ്റെയും നാടിൻ്റെയും അതിർത്തിയിൽ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ സദാ ജാഗരൂകരായിരിക്കുന്നുണ്ട്. ഇവരുടെ ഈ ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ ഇവർ ഉറക്കമിളഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് കാടിനോട് ചേർന്ന പല സ്ഥലങ്ങളും സുരക്ഷിതമായി തന്നെ നിൽക്കുന്നത്. എന്തായാലും ഇവർക്ക് നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. മോട്ടോർ സൈക്കിൾ ഡയറി യാത്ര തുടരുന്നു വയനാട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക്.